ഗൈസ്, അപ്പൊ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ശനിയാഴ്ച ഇട്ട വീഡിയോയുടെ ഗിവവേയിലെ വിന്നറിനെ അനൗൺസ് ചെയ്യാനാണ്. അപ്പൊ ഞാനും സൂഫിയും മാത്രമേ ഇവിടെ ഉള്ളൂ. നമ്മുടെ പിന്നെ ഫർസയും വന്നിട്ടില്ല. അവളുടെ ആമിനയുടെ ഉമ്മാക്ക് വയ്യ. അപ്പം പിന്നെ അവള് ഹോസ്പിറ്റലിലേക്കാ. പിന്നെ ഫർസ എറണാകുളത്ത് പോയിരിക്കുക. അപ്പൊ നമ്മൾ ഇന്നത്തെ വിടാന്ന് വെച്ചിരുന്നേ. അപ്പൊ പിന്നെ നമ്മള് ഡേറ്റ് ഇന്നത്തേക്കല്ല അനൗൺസ് ചെയ്ത്, അപ്പൊ പിന്നെ മാറ്റി വെക്കേണ്ട ഇന്ന് തന്നെ നടത്തിയേക്കാൻ വേണ്ടി. നമ്മളിപ്പോ കോളേജിലാണ് വന്നിരിക്കുന്നത്. നമ്മളിപ്പം നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ 5 വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ അഞ്ച് വിന്നേഴ്സിനല്ല, 5 പേരെ നമ്മളിപ്പോ കമന്റ് പിക്കർ വഴി എടുക്കും. എന്നിട്ട് അതില് ആദ്യത്തെ ആള് റൂൾസ് നമ്മളിപ്പോ എത്ര റൂൾസാ പറഞ്ഞിട്ടുണ്ടായിരുന്നു? 3 റൂൾസ് പറഞ്ഞിട്ടുണ്ട്. ഇൻസ്റ്റ ഫോളോ ചെയ്യുക, യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോയിൽ കമന്റ് ഇടുക. ആ 3 റൂൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ആ 3 റൂൾസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ട് ഉള്ള ആളെ എനിക്ക് അത് 3ഉം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുള്ള ആളായിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഫസ്റ്റത്തെ ആള് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് തന്നെ കൊടുക്കും. അയാളില്ലാന്നുണ്ടെങ്കിൽ അയാളെ ക്യാൻസൽ ആക്കും. സെക്കൻഡ് ആളത്ത് നോക്കും, പിന്നെ തേർഡ്, പിന്നെ ഫോർത്ത്, ഫിഫ്ത്ത്, അങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഫിഫ്ത്ത് വരെ കിട്ടിയില്ലെങ്കിൽ അപ്പൊ ഫസ്റ്റ് കിട്ടുന്ന ആൾക്കായിരിക്കും പ്രയോറിറ്റി, ഇല്ലെങ്കിൽ സെക്കൻഡ്, തേർഡ്, അങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ എല്ലാരും കൊടുക്കുന്ന പോലെ ഭയങ്കര വലിയ ഗിവ് അവേ അങ്ങനെയൊന്നുമല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മളെ കൊണ്ട് പറ്റുന്നത്. നമ്മളിപ്പം ബികോം സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ആണ്. ഇപ്പൊ തേർഡ് ഇയർ വെച്ചാൽ ഇതിപ്പം മെയ് കഴിഞ്ഞ് ജൂണിലോട്ട് വരുമ്പോൾ നമ്മള് തേർഡ് ഇയർ ആകും. പക്ഷെ സെം ഇതുവരെ ആയിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പൊ നമ്മള് ചെറിയ രീതിയിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാം എന്നുള്ളൊരു മൈൻഡിലാണ് വന്നിരിക്കുന്ന. അപ്പൊ നമ്മള് ഒരു മാസത്തിൽ 2 അല്ലെങ്കിൽ 3 ഗിവ് അവേ നമുക്ക് പറ്റുന്ന എല്ലാവർക്കും ചെറിയ ഗിവ് അവേ കൊടുക്കാനാണ് വിചാരിച്ചത്. മിക്കവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ക്യൂട്ട് ഐറ്റംസ്. ഇപ്പൊ ഫസ്റ്റ് ആണ് നമുക്ക് ട്രൈപോഡ് കൊടുക്കാൻ തോന്നി. പിന്നെ എന്തെങ്കിലും ക്യൂട്ട് ഐറ്റംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന് അപ്കമിങ് ഗിവ് അവേയില് വരുന്നതായിരിക്കും. അപ്പൊ ഇപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സ് ആയിരിക്കാൻ നോക്കാം. അല്ല, വിന്നർ ആരാന്ന്. പിന്നെ പറയാനുള്ളത് എന്തുവാ, നമ്മുടെ ഗിവ് അവേ വിന്നറിനെ എടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മള് പേര് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നിങ്ങള് കമന്റ് ഇട്ട ആ കമന്റ് നമ്മൾ പറയുമല്ലോ, ആ കമന്റ് ഇട്ട ആ ഇമെയിൽ ഐ ഡിന്ന് തന്നെ നമുക്ക് നമ്മുടെ ഇമെയിൽ ഐ ഡി പറയും. അതിനകത്തോട്ട് നിങ്ങൾ ഇമെയിൽ മെസ്സേജ് ഇടുക, നിങ്ങളുടെ ഫോൺ നമ്പർ മെസ്സേജ് ഇടുക. നമ്മൾ അങ്ങനെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ആയിരിക്കും കോൺടാക്ട് ചെയ്യുന്നത്. അപ്പൊ ബാക്കി നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞ നമ്മള് കമന്റ് പിക്കർ വരികയാണ് എടുക്കുന്നത്. ഫാത്തിമ അത് ചെയ്തോണ്ടിരിക്കുകയാണ്. നമുക്ക് കുറെ കമന്റ്സ് വന്നായിരുന്നു, എനിക്ക് തരുമോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കറക്റ്റ് ആയിട്ട് റൂൾസ് പാലിച്ചിരിക്കുന്ന ആൾക്കാണ് കൊടുക്കുന്നത്. പിന്നെ കുറെ പേര് വളരെ രജിസ്റ്റർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇനി അടുത്ത ഗിവ് മുതൽ അടുത്ത ഗിവ് മുതൽ ഞങ്ങള് ഇൻസ്റ്റ റൂൾ പറയുന്നത്, ഇൻസ്റ്റ ഫോളോ ആക്കാനുള്ള റൂൾ പറയുന്നില്ല, അത് കട്ട് ചെയ്ത് നമ്മൾ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാം. നമ്മുടെ ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ മോൻ ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കമന്റ്സ് ലോഡ് ആയിക്കൊണ്ടിരിക്കും. ഗൈസ്, ഇത് നോക്കിയേ, 4 മണിയാ ഇപ്പൊ നമ്മൾ ഓണാക്കിയതാണ്. 4:45 ഇങ്ങനെ തന്നെ നിൽക്കുക, അനങ്ങുന്നില്ല. അത് കറങ്ങിക്കൊണ്ടിരിക്കുക ലോഡായിട്ട്. കമന്റ്സ് വരുന്നില്ല അങ്ങോട്ട്. അത് മൊത്തം കമന്റ്സ് ലോഡായി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ 2-3 കമന്റ് പിക്കർ ഇപ്പൊ മാറി നോക്കി. 4 മണിക്ക് വെച്ചത് ഇപ്പൊ 4:45 മണിക്കൂറിന്റെ ലോഡായി. 4:50 നെറ്റ്വർക്ക് വരെ മാറ്റി നോക്കി, പക്ഷെ അതങ്ങോട്ട് ലോഡാവുന്നില്ല. അപ്പൊ നമ്മൾ വിചാരിച്ച് ജസ്റ്റ് സ്ക്രോൾ ചെയ്തിട്ട് ജസ്റ്റ് മേലോട്ട് സ്ക്രോൾ അറ്റം വരെ കൊണ്ടുവന്നിട്ട് പിന്നെ താഴോട്ട് വന്ന് ജസ്റ്റ് ഒന്ന് ഷഫിൾ ആക്കിയിട്ട് നമ്മൾ ജസ്റ്റ് കൈവച്ച് തൊടുന്ന ആൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സെലക്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് അങ്ങനെ നോക്കാം. അല്ല, ഷഫിളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മള് നമ്മുടെ ലാസ്റ്റ് കമന്റ് എന്ന് വെച്ചാൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് ഏറ്റവും അടിയിൽ വന്നിട്ടുണ്ട്. ഏറ്റവും അടിയിൽ, ഇത് താഴോട്ടില്ല. 2.4K കമന്റ്സ് ആയിരുന്നു മൊത്തം ഉണ്ടായിരുന്നത്. ഇപ്പം ഏറ്റവും അടി വന്നിട്ടുണ്ട്. ഇതില് നമ്മൾ ജസ്റ്റ് ഇനി സ്ക്രോൾ ചെയ്ത് എന്തുവാ ആർക്കാക്കാനാ ഏറ്റവും താഴെ വന്നിട്ടുണ്ട്. ഇതില് ഇനി നമ്മൾ സ്ക്രോൾ ചെയ്തിട്ട് കണ്ടുപിടിക്കും. ഇതിനകത്ത് എന്തുവാ നമ്മൾ ഷഫിൾ ഇട്ടിരിക്കുക. 1 ഡേ എഗോ, 2 ഡേ എഗോ, പിന്നെ 17 hours എല്ലാം മിക്സപ്പ് ആയി കിടക്കുക. പിന്നെ നമ്മൾ മൊത്തം ഇനി ജസ്റ്റ് ഇങ്ങനെ താഴെ വരെ എത്തിയിട്ടുണ്ട്. ഫസ്റ്റത്തെ ഞാൻ സെലക്ട് ചെയ്യും, രണ്ടാമത്തെ സൂഫി,
അങ്ങനെ മാറി മാറി 5 പേരായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നമുക്കിനി സ്ക്രോൾ ചെയ്ത് പോകാം. ഫസ്റ്റത്തത് ഷിജി സാബു 629. ഈ കമന്റിലാണ് ഞാൻ തൊട്ടിരുന്നത്. ഷിജി സാബു 629 എന്ന് പറഞ്ഞ ഇമെയിൽ ഐ ഡി. നമ്മൾ മാക്സിമം കമന്റ്സിനൊക്കെ നമ്മൾ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ ഷിജി സാബു 629. അപ്പം നമുക്ക് സെക്കൻഡ് ആരാന്നിങ്ങനെ നോക്കാം. കിട്ടുന്നുണ്ടോ? നോക്കാവേ. നവീൻ പാറു GR3FB, ഇതാണ് സെക്കൻഡ്. അപ്പം തേർഡ് കമന്റ് ഞാൻ തന്നെ എടുക്കാൻ പോകുന്നത്. സാബു എന്നൽ. ഇതെന്തല്ല സാബു എന്നല്ല, സാബു എന്നൽ. ഇനി അടുത്തത് നോക്കിയോ? എല്ലാം ഇനി ഞാൻ തന്നെയാണ് തോന്നെടുക്കുന്നത്. അപ്പം അടുത്ത് ഷദ ഫാത്തിമ അണ്ടർസ്കോർ ഉണ്ട് കാണല്ലോ. ഇനി അടുത്ത നമ്മള് ലാസ്റ്റ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ 4 പേരെ അല്ലേ? ഇതിൽ ആരായിരിക്കും വിന്നർ? ദിൽന റിയ. അപ്പം നമുക്ക് 5 വിന്നേഴ്സ് നമ്മൾ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 5 വിന്നേഴ്സ് അല്ല, ഇതിന്റെ അകത്ത് ആരാണോ ഒരാള് ആളായിരിക്കും. അറിയാൻ പറ്റത്തില്ല. ഈ 5 പേരെന്തായാലും ഇവിടെ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങള് നമ്മള് കോണ്ടാക്ട് ചെയ്യുക. ഫസ്റ്റത്തെ ആളെ മാത്രം ഇപ്പൊ കോണ്ടാക്ട് ചെയ്താൽ മതി. ഷിജി സാബു 629 നമ്മൾ ഇമെയിൽ വഴി കോണ്ടാക്ട് ചെയ്യുക. നമുക്ക് ഒരു ഇമെയിലിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു മെസ്സേജ് ഇട്ടാൽ മതി, നമ്മൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങളുടെ ഫോൺ നമ്പർ ഇടുക, നമ്മൾ അതുവഴി കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഷിജി സാബു എന്നാള് എന്താണ് ഷിജി സാബു? ഇതായിരിക്കും അല്ലേ? ഇൻസ്റ്റയില് പക്ഷെ വേറെ പേരായിരിക്കുമല്ലോ. അപ്പൊ നിങ്ങൾ ഇൻസ്റ്റയില് ഫോളോ ചെയ്തിട്ടുള്ള സ്ക്രീൻഷോട്ട് അയക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള നമുക്ക് വിന്നർ ആയവരെ പെട്ടെന്ന് അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അത് നമുക്ക് അറിയാൻ പറ്റും. ഓൾറെഡി നമുക്കത് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ നിങ്ങൾ എന്തായാലും 5 പേരും എന്തായാലും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക. എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങളുടെ പേജിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. അറിയാം, അങ്ങനെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാലും മതി. ഇമെയിൽ അയച്ചില്ലേലും ഇൻസ്റ്റയിൽ ഇമെയിൽ അയക്കണം, എന്നാലും ഇവർ തന്നെയാണെന്ന് അറിയാൻ പറ്റും. ഇമെയിൽ അയക്കുക. ഇമെയിലിൽ മെസ്സേജ് അയച്ചിട്ട് ഇൻസ്റ്റയിൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ട് എന്നുള്ള സ്ക്രീൻഷോട്ട് അയക്കുക. നേരത്തെ ഫോളോ ചെയ്തിട്ടുണ്ടെന്നുള്ള സ്ക്രീൻഷോട്ട് അയക്കുക. അപ്പൊ എന്തായാലും നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഈ 5 പേരാണ് നമുക്ക് അതിൽ നിന്നിട്ട് റൂൾസ് ഫോളോ ചെയ്തിട്ടുള്ളത്. സാബു, നവീൻ, സാബു എന്നൽ, ഷദ ഫാത്തിമ ഉണ്ടോ? ദിൽന റിയ. ഇവര് 5 പേരെയാണ് ഇപ്പൊ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ആള് എല്ലാം ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ആൾക്ക് നിങ്ങൾ ഇമെയിൽ അയച്ചു കഴിഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് മെസ്സേജ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും റൂൾസ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോളോ ചെയ്തിട്ടുള്ളവരെ മാത്രമേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പൊ ഫസ്റ്റ് ആൾ എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ആൾക്കായിരിക്കും പ്രയോറിറ്റി. അപ്പൊ നിങ്ങൾ 5 പേർക്ക് ആർക്ക് വേണമെങ്കിലും കിട്ടാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോയില് നെക്സ്റ്റ് ഒരു ഷോർട്ടായിട്ട് നമുക്ക് ആർക്കാ കിട്ടിയത് നമുക്ക് ഇടാം. അപ്പൊ നമ്മൾ എന്തായാലും ഇത് കൊറിയർ അയക്കുന്ന പാക്കേജ് ഒക്കെ നമ്മൾ അതിനകത്ത് കാണിക്കുമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു ഗിവ് അവേ സൂൺ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ വീഡിയോയുടെ കമന്റിൽ നിങ്ങൾ ഇട്ടോ. അപ്പം ഇത്രേ ഉള്ളൂ. നമ്മള് കമന്റ് പിക്കർ വർക്കായില്ല, അതുകൊണ്ട് ഇട്ടോ. അപ്പൊ നമ്മള് നെക്സ്റ്റ് ടൈം നല്ല രീതിയിൽ ചെയ്യാൻ നോക്കും. ഒരു ഇതായിപ്പോയി. ഇപ്പൊ എന്തായാലും 4-5 മണിയായി. ഇപ്പൊ കോളേജിൽ തന്നെ ഇരിക്കുക. ഇപ്പൊ കോളേജൊക്കെ പൂട്ടാൻ സമയം തോന്നുന്നു. എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 39,000 ആയെന്ന് തോന്നല്ലേ? 39,000 ആയി. നമ്മുടെ 38,200 സംതിങ്. നമ്മൾ ഇതുവരെ ഗിവ് അവേ അങ്ങനെ ഒന്നും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നമുക്കിങ്ങനെ സബ് ഇങ്ങനെ കയറി വരുന്ന ഇതുവരെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഇത്ര നാള് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഫാമിലി പോലെ നിന്ന നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് കയറി അത്രയും ഗിവ് അവേയുടെ ഇതുകൊണ്ട് കയറിയതാണ്. നമ്മളിപ്പോ 39,000 ഫാമിലി ആവുന്നത്. അപ്പൊ എല്ലാവർക്കും
എല്ലാവർക്കും നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും കമന്റ് ഇട്ടവരാണെങ്കിലും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ്. ഇതാ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.